പാലക്കാട് പുത്തൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് 20 പവനും കാറും കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മോഷ്ടിക്കപ്പെട്ട കാർ തമിഴ്നാട്ടിലേക്ക് കടത്തിയതായി പോലീസ് കണ്ടെത്തി. ഇന്നലെ വൈകുന്നേരത്ത് സ്കൂൾ വിട്ട് വരുമ്പോഴാണ് മോളെയും കൂടിയും കൂട്ടി വന്ന് നോക്കുമ്പോഴാണ് പോർച്ചിൽ പാർക്ക് ചെയ്തിട്ടുള്ള കാറ് കാണാതെയായി. ഡോർ നോക്കിയപ്പോൾ രാവിലെ പൂട്ടിയ പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ തുറന്ന് ഉള്ളിൽ കടന്നപ്പോൾ ഉള്ളിലെ 3 അലമാറി തുറന്ന് തുണികളൊക്കെ പുറത്തിട്ടുണ്ടായിരുന്നു. ഒരു അലമാറി, ഞാൻ കിടക്കുന്ന റൂമിലെ അലമാറിയിലാണ് കുറച്ച് സ്വർണ്ണം, വൈഫിൻ്റെ അമ്മയുടെയും സ്വർണ്ണം ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ പൈസയും സ്വർണവും കാറുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ പാലക്കാട് നിന്ന് ടെലിഫോൺ ലൈനിൽ നിഖിൽ, ഈ പ്രതികളെക്കുറിച്ച് സൂചനകളുണ്ടോ നിഖിൽ? ഉമേഷ്, ഇന്നലെയാണ് പുത്തൂർ ചെക്കനാഥപുരം റോസ് ഗാർഡനിലെ പ്രകാശിന്റെ വീട്ടിൽ മോഷണം നടന്നത്. വളരെ വിചിത്രമാണ് ഈ മോഷണം. പട്ടാപ്പകൽ ഇത്തരത്തിൽ നഗരപ്രദേശത്ത് തന്നെയുള്ള ഒരു വീട്ടിലെത്തി 20 പവൻ സ്വർണം, മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറ്, അവിടെ ഉണ്ടായിരുന്ന 75,000 രൂപ, അങ്ങനെയാണ് മോഷ്ടാക്കൾ കവർന്നിട്ടുള്ളത്. ഈ സംഘം ഈ വീട്ടിലേക്ക് എത്തുന്നതിന്റെ ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് സമീപത്ത് നിന്നാണ് ആ ദൃശ്യം ലഭിച്ചിട്ടുള്ളത്. 12:30-നും 4 മണിക്കും ഇടയിലാകാം ഈ മോഷണം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു വെള്ള കാറിൽ ഈ വീടിന് പുറത്ത് ഈ സംഘം വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്വിഫ്റ്റ് കാറുമായി ഇവർ കടന്നു കളയുന്നതിന്റെ ദൃശ്യങ്ങളും, വാളയാർ ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസിനെ ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് നോർത്ത് പോലീസാണ് ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് ക്യാമറകളിൽ കൂടി ഇവർ പതിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു പോരുന്നത്. എന്തായാലും ഈ വീട്ടിലെ അലമാരകളൊക്കെ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. ഒരുപക്ഷെ കുടുംബത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരു സംഘം ഈ മോഷ്ടാക്കൾക്ക് പിന്തുണയുമായി ഉണ്ടാകും എന്ന സംശയമുണ്ട്. കാരണം ഇരുവരും ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർ ജോലിക്ക് പോയി അവർ തിരികെ എത്തുന്നതിന് മുൻപായി ഈ മോഷണം നടത്തിയിട്ടുണ്ട്. എന്തായാലും 2-ൽ കൂടുതൽ ആളുകൾ ഈ മോഷണ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. ആ തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് കൂടി കേസിന്റെ അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതം വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. ഉന്മേഷ്, നിഖിൽ പ്രമേഷാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്.